Hello friends, it's me Rizwan. അപ്പം ടോപ്പ് 5ന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ പുതിയ കർവ്ഡ് മോണിറ്ററിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഗൈസ്. റിവ്യൂ പ്ലസ് ഒരു ചെറിയൊരു അൺബോക്സിംഗ് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എത്തിയിരിക്കുന്നത്. സോ ഗൈസ്, അപ്പം എൻ്റെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിടുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ദേ നമ്മുടെ മോണിറ്റർ ഇതുപോലത്തെ ഒരു ബോക്സിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, അൺബോക്സിങ് നൈസായിട്ടൊന്ന് പാളിപ്പോയി. കാരണം വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഫോൺ ഡെഡായിപ്പോയി. അപ്പോൾ ഗൈസ്, ദേ ഈ കാണുന്നതാണ് നമ്മുടെ പുതിയ കർവ്ഡ് മോണിറ്റർ. അപ്പോൾ ഗൈസ്, ഇത് ഫുൾ HD 144 Hz റിഫ്രഷ് റേറ്റ് ഉള്ള ഒരു അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കർവ്ഡ് മോണിറ്ററാണ്. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 27 ഇഞ്ചാണ്. അതുപോലെ തന്നെ 4 ms ആണ് ഇതിൻ്റെ റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ റിഫ്രഷ് റേറ്റും റെസ്പോൺസ് ടൈം ഒന്നും അറിയത്തില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ്, ഈ റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ 144 FPS വരെ കയറും. അപ്പം നമ്മുടെ സാധാരണ ഒരു 60 Hz മോണിറ്റർ ആണെങ്കിലും നമ്മൾ കളിക്കുന്ന ഗെയിംസ് ഇപ്പോൾ ഒരു 240 FPS ഒക്കെ ആണെങ്കിലും നമുക്ക് നമ്മുടെ ഈ ഒരു മോണിറ്ററിൽ 60 Hz കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഗെയിമിംഗ് ആണ് കൂടുതൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത്യാവശ്യം നല്ല റിഫ്രഷ് റേറ്റ് ഉള്ള മോണിറ്റർ നോക്കി തന്നെ നിങ്ങൾ എടുക്കുക. അപ്പോൾ ഗൈസ്, ഞാൻ ഇത് എടുത്തിരിക്കുന്നത് എഡിറ്റിംഗ് പ്ലസ് ഗെയിമിങ്ങിന് വേണ്ടിയിട്ടാണ്. അതാണ് കർവ്ഡ് ഞാൻ സെലക്ട് ചെയ്തത്. കർവ്ഡ് മോണിറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് എഡിറ്റിങ്ങിന് അടിപൊളിയായിരിക്കും. അതുപോലെ തന്നെ ഇത് വരുന്നത് VA പാനലാണ്. നിങ്ങൾ എടുക്കുമ്പം മിനിമം ഒരു IPS പാനലെങ്കിലും എടുക്കണം, എങ്കിലും നല്ലൊരു കളർ ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. IPSനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ VA പാനലിന് അല്പം കളറും സാച്ചുറേഷനും ഒക്കെ കുറവാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളിലോട്ടൊക്കെ പോകാം. അപ്പോൾ ഗൈസ്, ബാക്കി ഫീച്ചേഴ്സിനോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തി, അതായത് മുമ്പത്തെ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തിയത് ഞാൻ തന്നെ ചെയ്ത ഒരു മിനി ഗെയിമിംഗ് PC ആണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇതിൻ്റെ ഗെയിമിംഗ് കൂടി നമ്മളിന്ന് നോക്കുന്നുണ്ട്, അതായത് ഗെയിമിംഗ് പെർഫോമൻസും കൂടി നമ്മളിന്ന് നോക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ട് ഈ മോണിറ്റർ എടുത്തത്. സോ ഗൈസ്, അപ്പോൾ നമുക്കിനി ബാക്കി ഫീച്ചേഴ്സിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ദേ നമ്മുടെ മോണിറ്റർ ഇതുപോലത്തെ ഒരു ബോക്സിലാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ബോക്സിൻ്റെ മേളിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇത് മെർക്കുറി ഫ്രീ ആയിട്ടുള്ളൊരു അടിപൊളി മോണിറ്ററാണ്. മെർക്കുറി ഫ്രീ എന്ന് പറയുമ്പം അകത്ത് LED ആണ് വരുന്നത്. അത് കാരണം നമ്മുടെ പ്രകൃതിക്ക് വലിയ സീനൊന്നും ഇല്ല. പിന്നെ ഗൈസ്, ഇതിൻ്റെ അകത്തൊരു ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ ഉണ്ട്. അതായത് നമ്മുടെ കണ്ണിന് ഇങ്ങനെ ഹാംഫുൾ ആയിട്ടുള്ള ബ്ലൂ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇത് തടയുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഐ കെയറും കൂടെ ഉള്ളൊരു അടിപൊളി മോണിറ്ററാണ്. പിന്നെ ഫുൾ HD ആണ്. പിന്നെ ഇതിന് 16:9 ആണ് ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. പിന്നെ ഇതൊരു ഏസറിൻ്റെ ED സീരീസിൽ പെട്ട ഒരു കർവ്ഡ് മോണിറ്ററാണ്. ഞാനിത് മെയിനായിട്ട് എടുത്തത് എഡിറ്റിങ്ങിനും ഗെയിമിങ്ങിനും കൂടി വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഗൈസ്, നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ അകത്ത് VGA കേബിൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു DVA കേബിൾ കിട്ടുന്നുണ്ട്. പിന്നെ HDMI കേബിളും കിട്ടുന്നുണ്ട്. സാധാരണ മോണിറ്റർ ബോക്സിൽ HDMI കാണത്തില്ല, നമുക്ക് ഏതായാലും കിട്ടിയിട്ടുണ്ട്. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു 12 വോൾട്ട് 5 ആംപിയറിൻ്റെ അഡാപ്റ്റർ കിട്ടുന്നുണ്ട്. നമ്മുടെ മോണിറ്റർ ഡയറക്റ്റ് AC വർക്ക് ചെയ്യുന്നതല്ല, 240 അല്ല, നമുക്ക് 12 വോൾട്ടിലാണ് നമ്മുടെ മോണിറ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു അടിപൊളി അഡാപ്റ്ററും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ മോണിറ്റർ. അപ്പം ഇതിൻ്റെ തൊട്ട് താഴത്തായിട്ട് നമുക്ക് ഏസറിൻ്റെ ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ്. നല്ല അടിപൊളി സ്റ്റൈലിഷ് ലുക്കിലാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റാൻഡ് തന്നെ കണ്ടില്ല, നല്ല അടിപൊളി പ്രീമിയം ലുക്കിലാണ് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ ബാക്കി നമുക്ക് നോക്കാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ബെസൽസ് ആണ്. അതായത് ഇൻഫിനിറ്റ് ഡിസ്പ്ലേ ആണ്. വളരെ തിന്നായിട്ടുള്ള ബെസലാണ് നമുക്കിതിൽ കിട്ടുന്നത്. ഓക്കെ, ഞാൻ ഈ ഒരു റേഞ്ചിലുള്ള ബെസലൊന്നും ഇതുവരെ മോണിറ്ററിന് കണ്ടിട്ടില്ല. സാധാരണ ഒരു 2 mm എങ്കിലും ഇതിൻ്റെ വിട്ട് കാണും, പക്ഷേ നിങ്ങൾക്ക് കണ്ടാലറിയാം വളരെ തിന്നാണ്. പിന്നെ ഇതാണ് നമ്മുടെ കർവ് വരുന്നത് നമ്മുടെ മോണിറ്ററിൻ്റെ. നല്ല ഹെവി കർവ്ഡ് മോണിറ്ററാണിത്. നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിങ്ങിനും അതുപോലെ തന്നെ ഫോട്ടോ എഡിറ്റിങ്ങിനും ആവശ്യം ഒരു മോണിറ്റർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും. നല്ല അടിപൊളി കർവ്ഡ് മോണിറ്ററാണിത്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് നോക്കുവാനാണെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് സ്പീക്കർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഏസറിൻ്റെ ബ്രാൻഡിങ് കാണുന്നുണ്ട്. 2 3 വാട്ട്സിൻ്റെ സ്പീക്കറാണ് നമുക്കിതിൻ്റെ ബാക്കിൽ വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മുടെ കൺട്രോൾസ് വരുന്നത് ഒരു ജോയ്സ്റ്റിക്ക് മോഡലാണ്. സാധാരണ മോണിറ്ററിലൊക്കെ വരുന്നത് ബട്ടൺ ടൈപ്പാണ്, ഒരു 4-5 ബട്ടൺ കാണും. പക്ഷേ ഇത് ഫുള്ളി ജോയ്സ്റ്റിക്ക് കൺട്രോളാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ കണക്ഷൻ വരുന്നത് നമുക്ക് ഓക്സ് ഇൻപുട്ടുണ്ട്, അതുപോലെ തന്നെ ഔട്ട്പുട്ടുണ്ട്. പിന്നെ VGA ഉണ്ട്, പിന്നെ DVA പോർട്ടും HDMIയും പിന്നെ ഇതിൻ്റെ പവർ സപ്ലൈയുമാണ് ഇതിൻ്റെ ബാക്കിൽ വരുന്നത്.
അത്യാവശ്യം നല്ല കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ കാണുന്ന ഗെയിമിംഗ് പി സിയിലാണ് നമ്മൾ ഇന്ന് ഇതിൻ്റെ ഗെയിമിംഗ് ടെസ്റ്റ് നടത്താൻ പോകുന്നത്. അപ്പം ഇത് ഞാൻ തന്നെ ചെയ്ത ഒരു മിനി ആൻഡ്രോയിഡ് ഗെയിമിംഗ് പി സി ആണ് ഗൈസ്. ആൻഡ്രോയിഡ് ആണ് കേട്ടോ. പി സി എന്ന് പറയുമ്പോൾ സാധാരണ വിൻഡോസ് ആണ് എല്ലാവർക്കും വരുന്നത്, പക്ഷേ ഇത് വിൻഡോസ് അല്ല, ആൻഡ്രോയിഡ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിം ഡെഡ് ട്രിഗർ 2 ആണ് ഗൈസ്. അത്യാവശ്യം ഗ്രാഫിക്സ് ഉള്ള ഒരു അടിപൊളി ഗെയിമാണ്. അപ്പോൾ നമ്മളിന്ന് ഇതൊന്ന് സെറ്റപ്പ് ചെയ്തെടുക്കുവാണ്. ഫസ്റ്റ് ടൈമാണ് നമ്മളിതിൽ ഗെയിം പ്ലേ നടത്താൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. എങ്ങനെയാണെന്ന് ഒരു പിടിയുമില്ല. അപ്പം നമ്മളെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കുവാണ് ഇപ്പം നമ്മുടെ ആ ഒരു ഗെയിമിൻ്റെ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങളതൊന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പം വളരെ എളുപ്പത്തിൽ തന്നെ ഞാൻ ആ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിക്കോട്ടെ. അപ്പോൾ ഗൈസ്, ഈ ഒരു ഗെയിമിൽ നമുക്ക് കീബോർഡ് ഉള്ളതാണ്, മൗസ് സപ്പോർട്ടഡ് അല്ല. അപ്പോൾ കീബോർഡ് വെച്ച് കൺട്രോൾ ചെയ്യാൻ അത്യാവശ്യം ഇച്ചിരി പാടാണ്. എങ്കിലും ഞാൻ ഗെയിം കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. സോ ഗൈസ്, അപ്പോൾ ഇത് നമ്മുടെ ഗെയിം തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഗെയിമിംഗ് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നമ്മുടെ പി സി ഒരു രക്ഷയില്ല, ഹെവിയാണ്. 4GB റാമുള്ളൊരു പി സി ആയത് കാരണം അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് നമുക്കിതിൽ കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഫുൾ ഗ്രാഫിക്സിലാണ് ഇട്ട് കളിക്കുന്നത്. ഓക്കെ, നല്ല അടിപൊളിയായിട്ട് ഗെയിമിങ്ങിനും പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മോണിറ്ററിനെ പറയാനാണെങ്കിൽ ഗെയിമിങ്ങിന് ഒരു രക്ഷയില്ല ഗൈസ്. കാരണം സാധാരണ ഗെയിമൊക്കെ കളിക്കുമ്പോൾ ഇതുപോലെ പെട്ടെന്ന് മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കണ്ണിന് ഒരു ചെറിയ സ്ട്രെയിൻ വരാറുണ്ട്. പക്ഷേ ഈ ഒരു മോണിറ്ററിൽ നമുക്ക് അങ്ങനത്തെ ഒരു വിഷയമില്ല. കാരണം അത്യാവശ്യം റിഫ്രഷ് റേറ്റും പിന്നെ അതുപോലെ തന്നെ റെസ്പോൺസ് ടൈമൊക്കെ ഉള്ളത് കൊണ്ട് അടിപൊളിയാണ് ഈ ഒരു മോണിറ്റർ. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഈ ഒരു മോണിറ്ററിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടേക്കുക. ഓക്കെ, അടിപൊളി അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാം. അതുവരേക്കും ബൈ.